ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുത്തിയെടുത്തതാണ്. നമ്മൾ ഫ്ലൈ വീൽസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. സോ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൈ വീൽ ഈസ് എ ഹെവിലി മാസ്ഡ് റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ് യൂസ്ഡ് ഫോർ കൺട്രോൾ ദ വേരിയേഷൻസ് ഇൻ സ്പീഡ്സ് ഡ്യൂറിങ് ഈ സൈക്കിൾ ഓഫ് എൻ എൻജിൻ. സോ നമ്മൾ ഐ സി എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഫ്ലക്ച്വേഷൻസ് വൈബ്രേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർവോയർ ഓഫ് മാസാണ്, അല്ലെങ്കിൽ റിസർവോയർ ഓഫ് എനർജിയാണ് നമ്മുടെ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. സോ ഫ്ലൈ വീലിനകത്ത് when the energy is more than required, it stores the energy, and during that period and during the period when the requirement is more, then releases energy. അതായത് ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതായത് നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, നമുക്ക് ആ എനർജി ആവശ്യമായ സമയത്ത് അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. സോ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു ഫ്ലൈ വീൽ, റൊട്ടേറ്റിംഗ് ഫ്ലൈ വീലുണ്ട്. ഈ ഫ്ലൈ വീലിന് മെയിനായിട്ടുള്ള 3 പാർട്സാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹബ്ബാണ്, അതായത് ഇതിൻ്റെ സെൻട്രൽ പോർഷനെയാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പുറമേയുള്ള ഈ പോർഷനെയാണ് അതിൻ്റെ റിബ് എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് സ്പോക്സ് എന്ന് പറയുന്നത്. സോ ഈ 3 പാർട്ടുമാണ് ഈ ഫ്ലൈ വീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ലെറ്റ് us consider that I be the moment of inertia of the flywheel, and it is rotating at a maximum speed of omega 1 and a minimum speed of omega 2, and omega is the mean speed. So omega എന്ന് പറഞ്ഞാൽ എന്ത് വരും? omega 1 plus omega 2/2. ഓക്കെ, അതിൻ്റെ മീൻ സ്പീഡ്. സോ ഇ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൈ വീൽ അറ്റ് മീൻ സ്പീഡിലുള്ള കൈനറ്റിക് എനർജിയാണ് ഇ എന്ന് പറയുന്നത്. സോ സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. സോ എന്താണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം കൈനറ്റിക് എനർജീസ് ഓഫ് ദ ഫ്ലൈ വീൽ ഈസ് നോൺ ആസ് ദ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. സോ അതിനകത്തൊരു മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവും, മിനിമം കൈനറ്റിക് എനർജി. അതിൻ്റെ ഡിഫറൻസ് ആണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദർ ഇസ് എ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. എന്തായിരുന്നു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ the ratio of maximum fluctuation of speed to the mean speed is known as the coefficient of fluctuation of speed. അതായത് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ഡിവൈഡ് ബൈ മീൻ സ്പീഡ്, അതിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത്. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം കൈനറ്റിക് എനർജി ടു മിനിമം കൈനറ്റിക് എനർജി. സോ ഇവിടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഒമേഗ 1 ആണ്. സോ മാക്സിമം കൈനറ്റിക് എനർജി എന്ത് വരും? ഹാഫ് ഐ ഒമേഗ 1 സ്ക്വയർ എന്ന് വരും. മിനിമം കൈനറ്റിക് എനർജിയോ മിനിമം സ്പീഡ് എന്ന് പറയുന്നത് ഒമേഗ 2 ആണ്. സോ ഹാഫ് ഐ ഒമേഗ 2 സ്ക്വയർ എന്ന് വരും. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം കൈനറ്റിക് എനർജി ടു മിനിമം കൈനറ്റിക് എനർജി? ഹാഫ് ഐ ഒമേഗ 1 സ്ക്വയർ മൈനസ് ഹാഫ് ഐ ഒമേഗ 2 സ്ക്വയർ എന്ന് വരും. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ 1 സ്ക്വയർ മൈനസ് ഒമേഗ 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ ഇത് നമുക്ക് ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ഇൻറ്റു ഒമേഗ 1 മൈനസ് ഒമേഗ 2 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ 2 താഴെ വരുമ്പോൾ എന്ത് ചോദിച്ചാൽ ഐ ഇൻറ്റു ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഒമേഗ 1 മൈനസ് ഒമേഗ 2. അതായത് ഒമേഗ 1 സ്ക്വയർ മൈനസ് ഒമേഗ 2 സ്ക്വയറിനെ ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ഇൻറ്റു ഒമേഗ 1 മൈനസ് ഒമേഗ 2 എന്ന് നമ്മൾ മാറ്റി എഴുതി. സോ ഈ 2 ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും? ഒമേഗ 1 പ്ലസ് ഒമേഗ 2/2. സോ ഒമേഗ 1 പ്ലസ് ഒമേഗ 2/2 എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഈ മീൻ സ്പീഡാണ്. ഒമേഗ എന്ന് പറയുന്നത് മീൻ സ്പീഡാണ്, അതായത് ഒമേഗ 1 പ്ലസ് ഒമേഗ 2/2 ആണ്. സോ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും 1i ഇൻറ്റു ഒമേഗ 1 പ്ലസ് ഒമേഗ 2/2 ഇൻറ്റു ഒമേഗ 1 മൈനസ് ഒമേഗ 2, അതായത് i ഒമേഗ ഇൻറ്റു ഒമേഗ 1 മൈനസ് ഒമേഗ 2. സോ നമ്മൾ ഒമേഗ എന്ന് പറയുന്നത് താഴെ എടുക്കും, ഒമേഗ 1 മൈനസ് ഒമേഗ 2 ഡിവൈഡ് ബൈ ഒമേഗ. സോ ഇവിടെ ഒരു ഒമേഗ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഒമേഗ സ്ക്വയർ എന്ന് വരും. സോ ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു കെ എന്ന് എഴുതാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയെ ഇറ്റ്സ് ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു കെ എന്ന് എഴുതി. ഇവിടെ ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു കെ എന്ന് പറയുന്നത് ഒമേഗ 1 മൈനസ് ഒമേഗ 2/ഒമേഗയാണ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് കെ ഈസ് ഈക്വൽ ടു ഇ ബൈ ഐ ഒമേഗ സ്ക്വയറിന് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിവിടെ ഐ ഒമേഗ സ്ക്വയറിനെ 2 ഇൻറ്റു 1/2 ഇൻറ്റു ഐ ഒമേഗ സ്ക്വയറിന് എഴുതാം. ഇവിടെ 1/2 ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എനർജിയാണ്, കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൈ വീൽ അറ്റ് മീൻ സ്പീഡാണ്. അതായത് മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ. സോ 1/2 ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ടേമിനെ നമുക്ക് ഇ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ കെ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് വിൽ ബി ഈക്വൽ ടു മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഇ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇ. ഓക്കെ, ഇ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൈ വീൽ അറ്റ് മീൻ സ്പീഡ്. സോ ഇതാണ് നമ്മുടെ ഈ കൈനറ്റിക് എനർജി, മീൻ സ്പീഡ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ചെറിയ പ്രോബ്ലം നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ എ ഫ്ലൈ വീൽ വിത്ത് എ മാസ് ഓഫ് 3 kN has a radius of gyration of 1.6 meter. Find the energy stored in the flywheel when its speed increases from 315 rpm to 314 rpm. ഇവിടെ എന്താ തന്നിട്ടുള്ളത് നോക്കിയാൽ ഈ പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാസ് തന്നിട്ടുണ്ട്.
നമ്മുടെ ഫ്ലൈ വീലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 3 കിലോ ന്യൂട്ടനാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ റേഡിയസ് ഓഫ് ജനറേഷൻ കെ എന്ന് പറയുന്നത് 1.6 മീറ്ററാണ്. സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് എനർജി സ്റ്റോർഡ് ഇൻ ദ ഫ്ലൈ വീൽ. സോ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് ഇ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. വെൻ സ്പീഡ് ഇൻക്രീസസ് ഫ്രോം 315 RPM ടു 340 RPM. ഓക്കെ, സോ നമുക്കറിയാം ω1 എന്ന് പറയുന്നത് എന്താ വരിക, നമ്മുടെ ഈ മിനിമം സ്പീഡ് എന്ന് പറയുന്നത് 315 RPM ആണ്. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 340 RPM ആണ്. സോ ഇവിടെ ω1 എന്ന് പറയുന്നത് മാക്സിമം സ്പീഡാണ്. അതായത് 2π × 340/60 നമുക്ക് 35.6 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. ദെൻ ω2 എന്ന് പറയുന്നത് മിനിമം സ്പീഡാണ്. 2π × 315/60 33 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. സോ എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആ 5ω² ആണ്. സോ അതായത് നമ്മുടെ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് മാക്സിമം കാനറ്റിക് എനർജി മൈനസ് മിനിമം കാനറ്റിക് എനർജിയാണ്. സോ അതായത് ½ ω1² ω2² ആണ്. ഇവിടെ ω1 നമുക്കറിയാം, ω2 അറിയാം. എം എന്ന് പറയുന്നത് മാസ്സാണ്. മാസ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്ടൺ എടുക്കുമ്പോൾ 3000 ന്യൂട്ടൺ എന്ന് വരും. റേഡിയസ് ഓഫ് ജനറേഷൻ കെ എന്ന് പറയുന്നത് 1.6 മീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ½ × 3000 × 1.6 സ്ക്വയർ ഇൻറ്റു 35.6 സ്ക്വയർ മൈനസ് 33 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 6,84,900 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ 684.9 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതായത് 684 കിലോ ജൂൾസ് നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ എനർജി സ്റ്റോർഡ്, അല്ലെങ്കിൽ അഡീഷണൽ എനർജി സ്റ്റോർഡ്, അല്ലെങ്കിൽ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ സിമിലർ ആയിട്ടുള്ള വേറൊരു പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. ഫ്ലൈ വീൽ അബ്സോർബ്സ് 24 കിലോ ജൂൾസ് ഓഫ് എനർജി ഓൺ ഇൻക്രീസിങ് ഇറ്റ് സ്പീഡ് ഓഫ് 10 RPM ടു 14 RPM. ഡിറ്റർമിൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി അറ്റ് 250 RPM. സോ ഇതിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റുള്ളത് 250 RPM. സോ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്ത് വരും, ½ ω1² ω2². ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എനർജി തന്നിട്ടുണ്ട് 24,000 അല്ലെങ്കിൽ 24 കിലോ ജൂൾസ് ആണെന്ന് എനർജി തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, 250 RPMലുള്ള അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ½ I × ω1² ω2² 24,000 ഈക്വൽ ടു ½ I × mk². I എന്ന് പറഞ്ഞാൽ mk² ആണ്. ω1 എന്ന് പറയുന്നത് 2πn/60 ആണ്. ഓക്കെ, സോ 2π/60 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2π/60 2² ഇൻറ്റു ω1 എന്ന് പറയുന്നത് 214 n1 എന്ന് പറയുന്നത് 214. അതായത് മാക്സിമം എന്ന് പറയുന്നത് 214 ആണ്. മിനിമം എന്ന് പറയുന്നത് 210 ആണ്. സോ 214² - 210² എന്ന് വരും. സോ ½ × mk² ഇൻറ്റു 2π/60 2² ഇൻറ്റു 214² - 210². ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ മാസും റേഡിയസ് ഓഫ് ജനറേഷൻ തന്നിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ള എന്താണ്, കാനറ്റിക് എനർജി അറ്റ് 250 RPM. സോ കാനറ്റിക് എനർജി അറ്റ് 250 RPM എന്ന് പറയുന്നത് എന്ത് വരും, E = 1/2 I × ω². ഇവിടെ ω എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് ആ mk² ആണ്. ω എന്ന് പറയുന്നത് 250 RPMലുള്ള അതിൻ്റെ ആംഗുലർ വെലോസിറ്റി, അതായത് 2π/60 ഇൻറ്റു 250 2² ആണ്. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ഈ mk² ക്യാൻസലായി പോകും. ബാക്കി വരിക എന്താ, E/24,000 ഈക്വൽ ടു 250² / 214² - 210². സോ ഇതിനകത്ത് ഈ മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. സോ അതിനകത്ത് നമുക്ക് ഈ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു തരത്തിൽ ഈ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. സോ ഓക്കെ, സോ ഒരുപാട് സിമ്പിൾ പ്രോബ്ലംസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. സോ അടുത്തൊരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ, ദ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ എ പെട്രോൾ എഞ്ചിൻ ഈസ് ഡ്രോൺ ടു എ വെർട്ടിക്കൽ സ്കെയിൽ ഓഫ് 1 millimeter which is equal to 500 Newton meter and a horizontal scale of 1 millimeter equal to 3 degree. The turning moment diagram repeats itself after every half revolutions of the crankshaft. The areas above and below the mean torque line are 260, -580, 80, -380, 870 and -250 millimeter square. The rotating parts have a mass of 55 kilogram and radius of gyration of 2.1 meter. If the engine speed is 1600 RPM, determine the coefficient of fluctuation of speed. തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ എ പെട്രോൾ എഞ്ചിൻ ഈസ് ഡ്രോൺ ടു എ വെർട്ടിക്കൽ സ്കെയിൽ ഓഫ് 1 millimeter. അതായത് നമുക്ക് ആദ്യം സ്കെയിൽ ഇതിന് വരയ്ക്കാം. സോ എങ്ങനെ വരും, നമുക്ക് ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാം, ടോർക്ക് വേഴ്സസ് ക്രാങ്ക് ആംഗിളാണ്.
പിന്നെ തന്നിട്ടുള്ളതിന് ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്, ഒരു സ്കെയിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എടുക്കുന്ന സ്കെയിലെന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ, വെർട്ടിക്കലിനകത്ത് 1 മില്ലിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 500 ന്യൂട്ടൺ മീറ്ററാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടലിനകത്ത് 1 മില്ലിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 3 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഈ ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഫിഗറിനകത്ത്. ഫിഗറിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മളിത് വരയ്ക്കേണ്ടി വരും. ഇതിനകത്ത് ഇപ്പോൾ ഫിഗർ തരേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ വരയ്ക്കാൻ പറ്റും. ദ ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ എവരി ഹാഫ് റെവല്യൂഷൻസ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള 0 to π ആണെങ്കിൽ എല്ലാം അര റെവല്യൂഷനകത്തും നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ സംഭവമാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് വിചാരിക്കാം, 0 to π. അത് ഇതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, സോ ഏരിയാസ് എബോവ് ആൻഡ് ബിലോ, അതായത് എബോവ് ആൻഡ് ബിലോ ദ മീൻ ടോർക്ക് ലൈൻ. അതായത് നമ്മൾ പറഞ്ഞു അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ മീൻ ടോർക്ക് ലൈൻ എന്ന് പറയുന്നത് AG ആണ്. അതായത് ഈ ലൈനാണ് മീൻ ടോർക്ക് ലൈൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മേലേക്കും പോവും, താഴേക്കും എനർജി വരും. സോ മേലേക്ക് വരുന്ന എനർജി ആഡ് ചെയ്യും, താഴേക്ക് വരുന്നത് സബ്സ്ട്രാക്ട് ചെയ്യപ്പെടും. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മീൻ എനർജി കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ മേലേക്ക് വരുന്ന എനർജി ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. 260 തന്നിട്ടുണ്ട്, പ്ലസ് 260 ആണ്, മൈനസ് 580. അതായത് ആദ്യം 260 ആണ്, അത് കഴിഞ്ഞിട്ടൊരു പോയിൻ്റ് കഴിഞ്ഞിട്ട് മൈനസ് 580 വരും, പിന്നെ ഒരു പ്ലസ് 80 വരും, പിന്നെ മൈനസ് 380 വരും, പിന്നെ ഒരു പ്ലസ് 670 വരും. അത് പവർ സ്ട്രോക്ക് ആണെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് മൈനസ് 250. സോ ഇത്രയാണ് പവർ തന്നിട്ടുള്ളത്, എനർജി തന്നിട്ടുള്ളത്. പിന്നെ റൊട്ടേറ്റിംഗ് പാർട്സിൻ്റെ മാസ് തന്നിട്ടുണ്ട് 55 കിലോഗ്രാം. റേഡിയസ് ജനറേഷൻ എന്ന് പറയുന്നത് 2.5 മീറ്ററാണ്. ഇത് എൻജിൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1600 RPM ആകുമ്പോൾ ഡിറ്റർമിൻ ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. ഓക്കെ, സോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ K ആണ്. K വിൽ ബി ഈക്വൽ ടു E/I⍵² എന്ന് വരും. സോ ഇതിനകത്ത് E എന്താണെന്ന് കണ്ടുപിടിക്കണം. E എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയാണ്. സോ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ മാക്സിമം എനർജി മിനിമം എനർജിൻ്റെയും അതിൻ്റെ ഡിഫറൻസിനാണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. സോ ഇവിടെ മാക്സിമം എനർജി എന്താണെന്ന് അറിയണം, മിനിമം എനർജി എന്താണെന്ന് അറിയണം. സോ അതിന് ഓരോ സ്ഥലത്തുള്ള പോയിൻറ്റ്സിലുള്ള എനർജീസ് നമുക്ക് ഒന്ന് എഴുതി നോക്കണം. സോ A എന്നുള്ള പോയിൻറ്റിലുള്ള എനർജി എന്ന് പറയുന്നത് E ആണെന്ന് വിചാരിക്കാം. അത് കൈനറ്റിക് എനർജി അറ്റ് A എന്ന് പറയുന്നത് E ആണ്, അതായത് മീൻ കൈനറ്റിക് എനർജി. ഓക്കെ, സോ ബിയിലെത്തുമ്പോൾ എന്ത് പറ്റും, A+260 വരും അല്ലേ, അല്ലെങ്കിൽ E+260. ഇതിൻ്റെ കൂടെ 260 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ബിയിലുണ്ടാകുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ സിയിൽ വരുമ്പോൾ എന്ത് പറ്റും, E+260 മൈനസ് 580. അതിന് നമുക്ക് E-320 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ഡിയിലെന്ന് പറയുന്നത് E-320 + 80. E-320 + 80. ഓക്കെ, അടുത്തത് E-240 എന്ന് വരും. സോ ഇത് -380 ആണ് ഇയിലുള്ളത്. ഓക്കെ, ഡി കഴിഞ്ഞു. E എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 380 മൈനസ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ അതാണ് E-240 - 380 എന്ന് പറയുന്നത് E-620 എന്ന് വരും. എഫിലുള്ളതോ E-620 + 870. ഇവിടെ 870 എന്നൊരു പ്ലസ് എനർജി ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യണം. സോ ചെയ്യുമ്പോൾ E+250 എന്ന് വരും. സോ ജിയിൽ എന്ന് പറയുന്നത് E+250 - 250 E വരും. സോ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നുള്ളത്. പക്ഷേ ഇതിനകത്തൊരു മാക്സിമം എനർജി ഉണ്ട്, ഒരു മിനിമം എനർജിയും അതിനകത്ത് വരുന്നുണ്ട്. സോ എവിടെയാണ് മാക്സിമം എനർജി വരുന്നത്, മാക്സിമം എനർജി എന്ന് പറഞ്ഞാൽ E+260 ആണ്. E+260 ആണ് ഇതിൻ്റെ അകത്തുള്ള മാക്സിമം എനർജി എന്ന് പറയുന്നത്. അതായത് ബിയിലുള്ളതാണ് മാക്സിമം എനർജി ആയിട്ട് വരുന്നത്. മിനിമം എനർജി വരുന്നത് എപ്പോൾ, E-620. E-620 എന്ന് പറഞ്ഞാൽ ഇയിലുള്ളതാണ്. സോ ബിയിൽ മാക്സിമം, ഇയിൽ മിനിമം ആണ് വരുന്നത്. ഓക്കെ, സോ മാക്സിമം എനർജി കിട്ടി, മിനിമം എനർജി കിട്ടി. സോ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്താ പറയുക, E എന്ന് പറയുന്നത് എന്താ വരിക, E+260 - E-620. സോ ഇത് ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ, കാരണം ഈ 260 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈഡ് ബൈ ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ സ്കെയിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ E+260 - E-620 മൾട്ടിപ്ലൈഡ് ബൈ ഹൊറിസോണ്ടൽ സ്കെയിൽ. ഈ ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 500. സോ വെർട്ടിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞാലോ 3 ഡിഗ്രി. സോ 3 ഡിഗ്രി എന്ന് പറയുന്നത് 3 × π/180 റേഡിയൻസ് ആണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 880 എന്ന് കിട്ടും. 880 മൾട്ടിപ്ലൈഡ് ബൈ വെർട്ടിക്കൽ സ്കെയിൽ ഇൻറ്റു ഹൊറിസോണ്ടൽ സ്കെയിൽ. ഓക്കെ, സോ വെർട്ടിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത് 500 ആണ്, ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് പറയുന്നത് 3 × π/180 റേഡിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് 23,038 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ ഈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് K കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. K = E/I⍵² ആണ്.
സോ ഐ എന്ന് പറയുന്നത് എം കെ സ്ക്വയർ ആണ്. എം എന്ന് പറയുന്നത് 55 കിലോഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. 55 കിലോഗ്രാം ആണ്. സോ എം ഇൻറ്റു കെ എന്ന് പറയുന്നത് 2.1 ആണ്. 2.1 സ്ക്വയർ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് എന്താ 2π ഇൻറ്റു ഏത് സ്പീഡിലാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 1600 RPM കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ 2π ഇൻറ്റു 1600 ഡിവൈഡ് ബൈ 60 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കെ ഇസ് ഈക്വൽ ടു 0.0034 അല്ലെങ്കിൽ 0.34%. അത്രയും ഫ്ലക്ച്വേഷനാണ് നമുക്ക് ആ ഒരു സ്പീഡിനകത്ത് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇതൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ഈ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡൊക്കെ പറഞ്ഞു. ഇതൊക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ഫ്ലൈ വീൽ. സോ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലൈ വീലിൻ്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. ഒരു ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 3 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഹബ് ഉണ്ട്, സ്പ്രോക്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ റിമ്മുണ്ട്. സോ റിം എന്ന് പറയുന്നത് ഏറ്റവും പുറത്തുള്ള ആ ഒരു റൗണ്ടായിട്ടുള്ള സംഭവമാണ്. മാക്സിമം മാസ് എന്ന് പറയുന്നത് റിമ്മിലായിരിക്കും ഉണ്ടാവുക. സ്പ്രോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള ഈ ഒരു വീലിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇതുപോലത്തെയാണ് അതിൻ്റെ സ്പോക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള സംഭവത്തിനാണ് അതിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത്. സോ ഈ ഹബിൻ്റെയും സ്പോക്സിൻ്റെയും മാസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. കാരണം മെയിനായിട്ടുള്ള മാസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ഈ റിമ്മിലാണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ കൺസിഡർ ദ റിം ഓഫ് ദ ഫ്ലൈ വീൽ ഷോൺ ഇൻ ദ ഫിഗർ. സോ ഈ റിമ്മിനകത്ത് എന്ന് പറയുന്നത് ഈ റിമ്മിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്. ഇതിൻ്റെ മീൻ ആംഗുലർ വെലോസിറ്റിയാണ് ഈ ഒമേഗ എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് മീൻ റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് ദ റിമ്മ്. മീൻ റേഡിയസ് ഓഫ് ദ റിമ്മാണ് ആർ എന്ന് പറയുന്നത്. സോ നമുക്ക് ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ റിമ്മ്. ഈ റിമ്മിൻ്റെ തിക്നെസ് ആണ് ടി എന്ന് പറയുന്നത്. സോ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ, ഈ റിം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി. സോ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഇലമെൻ്റൽ ലെങ്ത് നമ്മൾ എടുക്കുക. അതായത് ഇലമെൻ്റൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു ഇലമെൻ്റൽ ആംഗിൾ എടുക്കുക, ടി തീറ്റ. സോ ഈ തീറ്റ എന്നുള്ള ആംഗിളിനകത്ത് ഈ ഒരു ചെറിയൊരു ഏരിയ ഇല്ലേ, ടി തീറ്റ എന്നുള്ള ഏരിയ. സോ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വിഡ്ത്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വോള്യമായിട്ട് മാറും. ഓക്കെ, സോ എന്ത് ചെയ്യും നമുക്ക് കൺസിഡർ എലമെൻറ്റ് ഓഫ് ദ റിം. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദ എലമെൻറ്റ് പെർ യൂണിറ്റ് ലെങ്ത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് എഫ് സി എന്ന് പറയുന്നത്. സോ എഫ് സി എന്ന് പറഞ്ഞാൽ എന്ത് വരും, എം ആർ ഒമേഗ സ്ക്വയർ ആണ് എഫ് സി എന്ന് പറയുന്നത്. എം ആർ ഒമേഗ സ്ക്വയർ. ഇതിൽ അത് എം ആർ ഒമേഗ സ്ക്വയർ. സോ ഇതിനകത്ത് എം എന്ന് പറയുന്നത് എന്താ, വോള്യം ഇൻറ്റു ഡെൻസിറ്റിയാണ്. സോ വോള്യം എന്ന് പറയുന്നത് ഈ ചില എലമെൻ്റൽ ഏരിയയുടെ വോള്യം, എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വോള്യം എന്ന് പറയുന്നത് ആർ ഡി തീറ്റ ഇൻറ്റു ടി ആണ്. സോ ആർ ഡി തീറ്റ ഇൻറ്റു ടി ആണ് അതിൻ്റെ വോള്യം എന്ന് പറയുന്നത്. സോ ആർ ഡി തീറ്റ ഇൻറ്റു ടി മൾട്ടിപ്ലൈഡ് ബൈ റോ എന്ന് പറയുന്നത് മാസ് കിട്ടും നമുക്ക്. സോ മാസ് ഇൻറ്റു ആർ ഒമേഗ സ്ക്വയർ ആണ് എന്ത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദ എലമെൻ്റ് അല്ലെങ്കിൽ പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നോക്കാം. അതായത് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് സിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ്. സോ എഫ് സിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്താ വരിക, എഫ് സി സൈൻ തീറ്റ വരും അല്ലേ. അതായത് എഫ് സി സൈൻ തീറ്റ വരും. എഫ് സി 0 to π എഫ് സി സൈൻ തീറ്റ എന്ന് വരും. കാരണം 0 to π വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് സി എന്ന് പറയുന്നത് ഈ ഒരു 180 ഡിഗ്രിയിലാണ് നമ്മൾ ഈ ആംഗിൾ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് സി വെർട്ടിക്കലായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. സോ എഫ് സി സൈൻ തീറ്റയാണ് നമ്മുടെ വെർട്ടിക്കൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ എഫ് സി എന്ന് പറയുന്നത് ഇപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫ് സി എന്ന് പറയുന്നത് റോ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ടി ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. സോ റോ ആർ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ടി ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം റോ ആർ സ്ക്വയർ ഇൻറ്റു ടി ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു 0 to π സൈൻ തീറ്റ ഡി തീറ്റ എന്ന് എഴുതാൻ പറ്റും. അതായത് റോ ആർ സ്ക്വയർ ഇൻറ്റു ടി ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് തീറ്റ 0 to π എന്ന് എഴുതാൻ പറ്റും. സോ റോ ആർ സ്ക്വയർ ടി ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റേനെ മൈനസ് കോസ് തീറ്റ എന്ന് എഴുതി. സോ 0 to π എന്നുള്ള നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, മൈനസ് കോസ് പൈ മൈനസ് കോസ് 0 എന്ന് വരും. അതായത് മൈനസ് ഓഫ് -1 എന്ന് വരും. അതായത് മൈനസ് ഓഫ് -2 എന്ന് വരും. അത് 2 ആണ്. സോ ചെയ്ത് നോക്കിയാൽ മതി, ഇത് വേണമെങ്കിൽ സിമ്പിൾ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് 2 എന്ന് കിട്ടും. അത് 2 ഇൻറ്റു റോ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ടി ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. സോ അതാണ് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ്. അതായത് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്
എന്താ പറയുക പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 2 ഇൻറ്റു റോ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ടി ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഫോഴ്സിനെ എഫ് സി എന്നുള്ളൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഈ എഫ് സി സൈൻ തീറ്റ എന്നുള്ള ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫോഴ്സാണ് ഇവിടെയുള്ളത്, 2 സ്ട്രെസ്സാണ് ഇവിടെയുള്ളത്, സിഗ്മ ആൻഡ് സിഗ്മ. ഓക്കെ, സോ ഈ സിഗ്മേനെയാണ് നമ്മൾ പറയുന്നത് ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ റീം. അതായത് സർക്കംഫറൻസ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ റീം എന്ന് പറയുന്നത് സിഗ്മയാണ്. ആൻഡ് ദ സർക്കംഫറൻസ് സ്ട്രെസ് ഇസ് ഓൾസോ നോൺ ആസ് ഹൂപ്പ് സ്ട്രെസ്. സോ ഇക്വിലിബ്രിയത്തിൽ എന്ത് വരും, ഈ 2 ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദിസ് ഫോഴ്സ് ആയിരിക്കും. സോ നമ്മുടെ ഈ അപ്വേർഡ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, 2 റോ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ടി ഇൻറ്റു ഒമേഗ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 റോ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ടി ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഇനി ഇപ്പുറത്ത് എന്താ വരിക, ഈ 2 ഫോഴ്സുകളും. സോ ഇത് സ്ട്രെസ്സാണ് തന്നിട്ടുള്ളത്. സോ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സും സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, സ്ട്രെസ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ്. സോ സ്ട്രെസ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്ത്തിലുള്ള ഏരിയ. അതായത് 2 ഉണ്ടല്ലോ ഇവിടെ, 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു ടി തിക്നെസ് മൾട്ടിപ്ലൈഡ് ബൈ അങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്ത് ആയിട്ട് എടുക്കും. അതാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത്, യൂണിറ്റ് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെയും 2t ഇൻറ്റു 1 എന്ന് കിട്ടും നമുക്ക്. സോ 2t ഇൻറ്റു 1 ഇൻറ്റു സിഗ്മ എന്ന് പറയുന്നത്, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഇസ് ഇക്വൽ ടു റോ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ, അല്ലെങ്കിൽ റോ ഇൻറ്റു വി സ്ക്വയർ എന്ന് കിട്ടും. സോ വി ഇസ് ഇക്വൽ ടു ആർ ഒമേഗയാണ്. സോ റോ ഇൻറ്റു വി സ്ക്വയർ എന്ന് കിട്ടും നമുക്ക്. സോ വി എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റിംഗ് ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ്, അറ്റ് മീൻ റേഡിയസ് ആണ്. സോ വി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വി കിട്ടിക്കഴിഞ്ഞാൽ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദ ഡയമീറ്റർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ റിലേഷൻ വി ഇസ് ഇക്വൽ ടു പൈ ഡി എൻ ബൈ 60. സോ ഇവിടെ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോള്യമാണ്. സോ ഡെൻസിറ്റി ഇൻറ്റു സർക്കംഫറൻഷ്യൽ ലെങ്ത്ത് മൾട്ടിപ്ലൈഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വോള്യം കിട്ടും. സോ മാസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു പൈ ഇൻറ്റു ഡി ഇൻറ്റു ബി ഇൻറ്റു ടി. സോ പൈ ഡി എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ വിത്ത് ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ടോട്ടൽ വോള്യം എന്ന് പറയുന്നത്. സോ ദ റിലേഷൻ ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ദ വിത്ത് ആൻഡ് ദ തിക്നെസ് ഓഫ് ദ റിം. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിത്തും തിക്നെസ്സും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ മാസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു പൈ ഇൻറ്റു ഡി ഇൻറ്റു ബി ഇൻറ്റു ടി ആണ്. ഓക്കെ, അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ദ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ എ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഹാസ് ബീൻ ഡ്രോൺ ടു എ വെർട്ടിക്കൽ സ്കെയിൽ ഓഫ് 1 millimeter equal to 650 Newton meter and a horizontal scale of 1 millimeter is equal to 4.5 degree. The areas above and below the mean torque line are minus 28 plus 380 minus 260 plus 310 minus 300 plus 242 minus 380 plus 265 and minus 229 millimeter square. അതായത് ഇതിൻ്റെ ഈ ഒരു ടോർക്ക് ഡയഗ്രത്തിൻ്റെ ടോർഷണൽ ഡയഗ്രത്തിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. The fluctuation of speed is limited to plus or minus 1.8 percentage of the mean speed, which is 400 rpm. Mean speed തന്നിട്ടുണ്ട്. The density of the rim material rho എന്ന് പറയുന്നത് 7000 kg/m³ ആണ്. And the width of the rim, width എന്ന് പറഞ്ഞാൽ b എന്ന് പറയുന്നത് 4.5 times the thickness. width എന്ന് പറഞ്ഞാൽ 4.5 times thickness ആണ് തന്നിട്ടുള്ളത്. The centrifugal stress അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ തന്നിട്ടുണ്ട് 6 × 10⁶ Newton/mm², അല്ലെങ്കിൽ 6 Newton/mm². സോ Newton/mm², ഇത് 6 × 10⁶ Newton/m². നെഗ്ലക്റ്റിംഗ് ദ എഫക്റ്റ് ഓഫ് ബോസ് ആൻഡ് ആംസ്, അതായത് അതിൻ്റെ സെൻട്രൽ പോർഷനും അതിൻ്റെ ആമും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഡിറ്റർമിൻ ദ ഡയമീറ്റർ ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ഫ്ലൈവീൽ റിം. തന്നിരിക്കുന്ന സംഭവങ്ങൾ ആദ്യം എഴുതാം. റോ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 7000 kg/m³ ആണ്. സിഗ്മ എന്ന് പറയുന്നത് ഹൂപ്പ് സ്ട്രെസ് 6 × 10⁶ Newton/m² ആണ്. എൻ എന്ന് പറയുന്നത് സ്പീഡ്, മീൻ സ്പീഡാണ് 400 rpm. സോ കെ എന്ന് പറയുന്നത് എന്താ പറയുക മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡാണ് ±1.8. സോ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0.036 എന്ന് കിട്ടും. അത് മേലേക്ക് 0.16ഉം താഴേക്ക് 0.018ഉം താഴേക്ക് 0.018ഉം തരും. അപ്പോൾ ടോട്ടൽ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് 0.036 വരും. ഓക്കെ, സോ അത്രയും തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്നത് റോ ഇൻറ്റു വി സ്ക്വയർ ആണ്. അതായത് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്നത് റോ ഇൻറ്റു വി സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ അത് സിംപ്ലിഫൈ ചെയ്തായിരുന്നു. അതിൽ വി എന്ന് പറയുന്നതിൻ്റെ പെരിഫറൽ വെലോസിറ്റിയാണ്. സോ സിഗ്മ എന്ന് പറയുന്നത് 6 × 10⁶ Newton/m² ആണ്. സോ 6 × 10⁶ = 7000 × v². റോ എന്ന് പറയുന്നത് 7000 kg/m³ ആണ്.
സോ അതുകൊണ്ടാണ് ഇത് മീറ്ററിലേക്ക് മാറ്റിയത്. 7000 ഇൻറ്റു വി സ്ക്വയർ. സോ വി എന്ന് പറയുന്നത് 29.28 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, സോ മീറ്ററിലായതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. പെരിഫറൽ വെലോസിറ്റി എന്ന് പറയുന്നത് പൈ ഡി എൻ ബൈ 60 ആണ്. സോ വെലോസിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ ഡി എൻ ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ പൈ ഇൻറ്റു ഡി ഇൻറ്റു എൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 400 RPM ആണ്. സോ ഡയമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 1.398 മീറ്റർ കിട്ടും. സോ നമുക്കിനി ഇതിൻ്റെ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ച് നോക്കാം. സോ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രത്തിനകത്ത് നമുക്ക് വരയ്ക്കേണ്ട എല്ലാ സാധനവും തന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കിയിട്ട് വരച്ചാൽ മതി. -28 + 380 -260 അതിങ്ങനെ വരയ്ക്കാം. അതിനകത്തുള്ള സ്കെയിലും തന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ റഫായിട്ട് വരച്ചാൽ മതി. സോ ഇതിനകത്ത് -28 + 380 -260 + 310 -300 + 242 ഇങ്ങനെ പോകും. സോ ഇതിനകത്ത് നമുക്ക് ഈ ഓരോ പോയിൻറ്റിലുള്ള ഈ എനർജി കാൽക്കുലേറ്റ് ചെയ്താൽ. സോ ലെറ്റ് ദ ഫ്ലൈ വീൽ കൈനറ്റിക് എനർജി ആയിട്ട് എ എന്ന് പറയുന്നത് ഇ ആണെന്ന് വിചാരിക്കാം, അതായത് മീൻ കൈനറ്റിക് എനർജി. സോ ബി എന്ന് പറയുന്നത് E-28 വരും. E-28 + 380 വരും സിയിലുള്ളത്. അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജിയിലുള്ളതെന്ന് പറഞ്ഞാൽ E+102 + 242 ആണ്. E+344 എന്ന് വരും. സോ ഇതിനകത്ത് മാക്സിമം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. സോ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് E+402 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് വരച്ച് നോക്കുക, ഇതിൽ ഏതാണ് കൂടുതലെന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ. ഇതിൽ നോക്കിയാൽ മതി. E+352 ഉണ്ട്, E+402. അപ്പോൾ ഏറ്റവും കൂടുതൽ E+402 ആണ്. അതിൽ മിനിമം എന്ന് പറയുന്നത് എന്ത് വരും? E-336 ആണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള വരുന്നത്. സോ ഈ ഭാഗത്തുള്ളത് ചെറുതും എത്ര ചെറുത് വരുന്നു, അപ്പുറത്തെ ഭാഗത്തുള്ളത് ഏറ്റവും വലുത് വരുന്നു, അത് നോക്കിയിട്ടാണ് നമ്മൾ മാക്സിമം മിനിമം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നത്. സോ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ത് വരും? ഇ എന്ന് പറയുന്നത് E+ മാക്സിമം കൈനറ്റിക് എനർജി - മിനിമം കൈനറ്റിക് എനർജി മൾട്ടിപ്ലൈഡ് ബൈ ഹൊറിസോണ്ടൽ സ്കെയിൽ മൾട്ടിപ്ലൈഡ് ബൈ വെർട്ടിക്കൽ സ്കെയിൽ. സോ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 438 കിട്ടും. മൾട്ടിപ്ലൈഡ് ബൈ ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് പറയുന്നത് 4.5 ഡിഗ്രി അല്ലേ. 4.5 ഇൻറ്റു π/180 മൾട്ടിപ്ലൈഡ് ബൈ 650. സോ 650 എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടിക്കൽ സ്കെയിലാണ്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 22,360 ന്യൂട്ടൺ മീറ്റർ കിട്ടും. അതാണ് അതിൻ്റെ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. സോ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെ കണ്ടുപിടിക്കാൻ പറ്റും. കെ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡാണ്. സോ കെ എന്ന് പറയുന്നത് E/I ആണ്. സോ E/I എന്ന് പറയുന്നത് mk² × ω². സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ കെ എന്ന് പറയുന്നത് നമുക്കറിയാം 0.036 ആണ്. നമ്മളിവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, തൊട്ടിപ്പുറത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വിത്ത് വിൽ ബി ഈക്വൽ ടു ഈ നമുക്ക് കിട്ടി 20,360 ന്യൂട്ടൺ മീറ്റർ ഡിവൈഡ് ബൈ m ഇൻറ്റു കെ എന്ന് പറയുന്നത് d/2² ആണ്. സോ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2² ആണ്. റൊട്ടേറ്റിംഗ് റിങ്ങിൻ്റെ കേസിനകത്ത് വരുന്നത് m ഇൻറ്റു d/2² ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് 2πn/60. 2π × 400/60. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് കിട്ടും. മാസ് ഈക്വൽ ടു 724.5 കിലോഗ്രാം എന്ന് കിട്ടും. സോ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോള്യമാണ്. സോ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ഇൻറ്റു πd ഇൻറ്റു ടി ആണ്. സോ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ്. വോള്യം എന്ന് പറയുന്നത് πd ഇൻറ്റു ടി ഇൻറ്റു വിത്ത് ബി എന്ന് പറയുന്നത് 4.5 ടി. സോ ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വോള്യമാണ് നമുക്ക് കിട്ടുന്നത് മാസ് എന്ന് പറയുന്നത്. സോ മാസ് നമ്മളിവിടെ 710/24 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വോള്യം. ഓക്കെ, സോ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് മൾട്ടിപ്ലൈഡ് ബൈ പൈ ഇൻറ്റു ഡി നമുക്കറിയാം ഇൻറ്റു ടി ഇൻറ്റു 4.5 ടി ഈസ് ഈക്വൽ ടു ഇത്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ടി എന്ന് പറയുന്നത് 51.2 മില്ലിമീറ്റർ എന്ന് കിട്ടും. സോ ടി കിട്ടിക്കഴിഞ്ഞാൽ 4.5 ഇൻറ്റു ടി എന്ന് പറയുന്നതാണ് നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഒന്നും കൂടെ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയും നമുക്ക് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.